വരും. ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എന്താണിപ്പോൾ ഗൾഫിലെ ഒരു അവസ്ഥ? ഇവിടെ നിന്ന് പറയുമ്പോൾ എണ്ണവില കുതിച്ചുയരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് വീണ്ടും ആക്രമണം നടത്തുന്നുണ്ട്. എത്രമാത്രം ആശങ്ക ലോക സാമ്പത്തിക മേഖലയ്ക്കും അതുപോലെ തന്നെ ഗൾഫിലെ ജനങ്ങൾക്കും? ഇത് വളരെ ഗൾഫിലെയും ലോകത്തിലെയും തന്നെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയൊരു പ്രത്യാഘാതം ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഉണ്ടാക്കുന്ന അത്ര വളരെ തീവ്രമായ ഒരു പരിസ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് ഗൾഫിലാണെങ്കിൽ നിരന്തരം ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ UAE ഒരു 100 ചില്ലുവാനം ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. 18 ബാലിസ്റ്റിക് മിസൈലിനെ UAE ലക്ഷ്യമാക്കി വിട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ സൗദി അറേബ്യ, കുവൈറ്റ്. അപ്പോൾ ഇതുമൂലം അതുമാത്രമല്ല, ഓയിൽ റിഫൈനറീസുകൾ ഓയിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനെ ലക്ഷ്യമാക്കി വരുന്നതുകൊണ്ട് ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചു. അത് മാത്രമല്ല, കുറയ്ക്കാൻ കാരണം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്തതോടുകൂടി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ക്രൂഡ് ഓയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ UAEയും കുവൈറ്റും സൗദി അറേബ്യ, ഇറാഖും ഓയിൽ പ്രൊഡക്ഷൻ ഭാഗികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണവില ഇപ്പം ഒരാഴ്ചക്കകം നമ്മൾ ഒരു 10 ദിവസത്തിനുണ്ടായതിനേക്കാൾ ഇരട്ടിയായിട്ട് കൂടും. അതായത് $75 പെർ ബാരലിൽ നിന്ന് $150 ആകാൻ സാധ്യതയുണ്ട്. ഇന്ന് അത് ഏകദേശം $120 അടുത്ത് വന്നിട്ടുണ്ട്. 117 ബ്രന്റ് ക്രൂഡ് ഓയിൽ 117. അപ്പോൾ ഇത്രയും ഒരു കുതിച്ചു കയറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ലോകത്തെയുള്ള മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ താങ്കൾ പറയുന്നുണ്ട് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് ഭീഷണിയുണ്ടോ? യഥാർത്ഥത്തിൽ ഇറാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ താവളങ്ങളെയാണ്. അതും കടന്ന് ചില ജനവാസ മേഖലകളിലേക്ക് മിസൈൽ അവശിഷ്ടങ്ങൾ, ഡ്രോൺ അവശിഷ്ടങ്ങൾ വരുന്നുണ്ട്. പിന്നെ സമുദ്രജല ശുദ്ധീകരണശാലകളിലേക്ക് ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ചിലയിടങ്ങളിൽ അത് ഉണ്ടായിട്ടുമുണ്ട്. അതും കടന്ന് എണ്ണ ശുദ്ധീകരണശാലകൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ടോ ഗൾഫിലെ? അതുകൊണ്ട് തന്നെയാണ് അത് ലക്ഷ്യം വെക്കുന്നുണ്ട് പലതും. പക്ഷേ ലക്ഷ്യത്ത് എത്തുന്നില്ല. കാരണം ഇവിടുത്തെ അത്രയും സൂപ്പർബ് എയർ ഡിഫൻസ് സിസ്റ്റം ആയതുകൊണ്ട് ഇവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഏറ്റവും ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ദിവസവും ഞാൻ എയർപോർട്ടിനടുത്താണ് താമസിക്കുന്നത്. ഇവിടെ ആകാശത്ത് വെച്ച് ചെറിയ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതെങ്ങനെയാണ് ഇവരുടെ ബാലിസ്റ്റിക് മിസൈലിനെയും ഡ്രോണിനെയും ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറി കാണും. ചിലപ്പോൾ ചില അവശിഷ്ടങ്ങൾ, അതിൻ്റെ ഡെബ്രി ചിലപ്പോൾ ഇവിടെയൊക്കെ വീഴാം. അങ്ങനെ വീഴാതല്ല വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ ശ്രീ ഐസക് ജോൺ? ഇന്നും സംഭവിച്ചു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് 112-112 ഡ്രോൺ അറ്റാക്കുകളും 18 ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കുകളും ഉണ്ടായിട്ടുണ്ട്. സോഫാർ 1350 ഡ്രോൺ അറ്റാക്കും 230 ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കും 8 ക്രൂസ് മിസൈൽസും ഇതുവരെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം UAE മാത്രം ലക്ഷ്യമാക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചോളം ആദ്യത്തെ ഭീതിയിൽ നിന്ന് അവർ മോചിതരായിട്ടുണ്ട്. കാരണം ഇതൊരു നിത്യസംഭവമായതുകൊണ്ട് വീണ്ടും ട്രാഫിക് നോർമലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും റോഡിൽ ഇറങ്ങി എല്ലാ ആൾക്കാരും ഓഫീസിലേക്ക്. ഇന്ന് ഞാൻ ഓഫീസിൽ പോയി. സാധാരണ ഇതുവരെ റിമോട്ടായിരുന്നു, ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. ഇന്ന് പോകാൻ തുടങ്ങി. അപ്പം ജനജീവിതം സാമാന്യഗതിയിലായെങ്കിൽ തന്നെയും ഇതിൻ്റെ ഭീതി നമുക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന വിലക്കയറ്റവും ഈ ബാക്കിയുള്ള ഈ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് ഫുഡ് സ്റ്റഫുകൾ ഇവിടത്തേക്ക് എത്തിക്കാൻ ഒക്കുന്നില്ല. UAEക്ക് ഒരു സ്ട്രാറ്റജിക് ഫുഡ് റിസർവ് ഉണ്ട്. 4 മാസം 5 മാസം നീണ്ടു വയ്ക്കും. അതിന് സംശയമില്ല. പക്ഷേ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ആർട്ടറി ആയ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്തതോടുകൂടി ഒരുപാട് ഷിപ്പുകൾ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നീട് UAE സംബന്ധിച്ചോളം ഇറ്റ് ഈസ് ഇൻ എ ബെറ്റർ പൊസിഷൻ. കാരണം UAEക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്ക്, അതായത് ഗൾഫ് ഒമാനിലേക്കുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഫിജറായിലും കോർഫക്കാനുള്ള 2 പോർട്ടുകളുണ്ട്. പക്ഷേ ആ പോർട്ടുകളുടെ കപ്പാസിറ്റി വളരെ കുറവായതുകൊണ്ടുള്ള ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ നിൽക്കുന്നതാണ് ഇറാൻ്റെ എണ്ണ വില ഈ രീതിയിൽ കുതിക്കുകയാണെങ്കിൽ, അതായത് അടുത്ത 2 ആഴ്ചയും കൂടെ യുദ്ധം ഇതേ രീതിയിൽ നിൽക്കുകയും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൻ്റെ ബ്ലോക്കേഡ് ഇതുപോലെ തുടരുകയാണെങ്കിൽ ഈ $150 എത്തുന്നതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് തന്നെ ഏകദേശം $120 അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. അത് അത്രമാത്രം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഇന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.